ഹലോ ആൻഡ് വെൽക്കം ടു CSOL എഡ്യൂക്കേറ്റേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അവർ പാസ് 1 എന്ന പുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ അവർ പാസ് 1 എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 1 ആയ വാട്ട്, വേർ, ഹൗ ആൻഡ് വെൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6ാം ക്ലാസ്സിലെ പുസ്തകമാണ്. അതല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ അല്ലെങ്കിൽ 12 വയസ്സുകാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിൽ നിന്നും നമ്മുടെ UPSCക്ക് അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ PSCക്ക് ചോദ്യങ്ങൾ എങ്ങനെ വരാം, അതിൻ്റെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എവിടെയാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ഈ പുസ്തകം വായിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുകയും അതിനുശേഷം നമുക്ക് ചില ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. So let's get started with this chapter. Our class 1, chapter 1, what, where, how and when. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക? വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദ പാസ്റ്റ്? നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ സാധിക്കുക, എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു ജീവന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ എന്തായിരുന്നു അല്ലെങ്കിൽ എന്താണ് എന്നതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആളുകൾ ജീവിച്ചിരുന്നത്, എവിടെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ തൊഴിൽ എന്തായിരുന്നു, അങ്ങനെയുള്ള തുടങ്ങിയ ഒരു എന്താ പറയാ ഒരു പഴയ കാലഘട്ടങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം 20 മില്യൺ വർഷങ്ങൾക്ക് മുൻപും 10,000 വർഷങ്ങൾക്ക് മുൻപും സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ 10,000 വർഷം മുതൽ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ് മനുഷ്യ ചരിത്രത്തിന്റെ നല്ലൊരു ശതമാനം നടന്നിരിക്കുന്നത്. നമുക്ക് പിന്നീടുള്ള ചരിത്രം എന്ന് പറയുന്നത് 10,000 വർഷം മുതൽ ഇന്നോളം വരെയുള്ള ഒരു ചരിത്രവുമായിട്ടാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളതെങ്കിൽ പോലും കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു ജീവിതം, എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ റിസൾട്ടാണ് ഈ ചരിത്ര പഠനം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്? ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ വികാസം സംഭവിച്ച അല്ലെങ്കിൽ പൂർണ്ണ വികാസം സംഭവിച്ച ഒരു സമൂഹത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജനസമൂഹം തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ പഠനം നടത്തുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം, വേർ ഡിഡ് പീപ്പിൾ ലിവ്? ഫൈൻഡ് ദ റിവർ ഇൻ നർമദ on map 1. People have lived along the banks of this river for several 100,000 years. Some of the earliest people who lived were skilled gatherers. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, പല തരത്തിലുള്ള വികാസം സംഭവിച്ച മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾപ്പെടെയുള്ള ജനങ്ങളായിരുന്നു അല്ലെങ്കിൽ ജനവിഭാഗമായിരുന്നു നർമ്മദ നദിയുടെ തീരത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അവരിൽ എന്ത് ചെയ്യാറുണ്ട്, അവരിൽ പലരും എന്താണ് സ്കിൽഡ് ഗ്യാദറേഴ്സ് ആണ്. അതായത് എഡിബിൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും, നോൺ എഡിബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും തുടങ്ങി എഡിബിൾ ആണോ എന്താണ് കഴിക്കാവുന്നതാണോ ഭക്ഷ്യയോഗ്യമല്ലാത്തതാണോ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവർ ചില ആളുകളെങ്കിലും ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സസ്യ ആഹാരി മാത്രമല്ല, മിശ്രഭോജിയായിട്ടുള്ള ഒരു ജീവജാലം തന്നെയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആനിമൽസിനെയും വേട്ടയാടിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ നമ്മൾ പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ വായിക്കുകയും ചെയ്യും. ഇവിടെ നർമ്മദ നദിയുടെ തീരത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മാനുഷിക ചേതനകളും വികാസം സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യ വിഭാഗം തന്നെയായിരുന്നു നർമ്മദ നദിയുടെ തീരത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ അടുത്ത പേജിലേക്ക് നമുക്ക് നോക്കാം. നൗ ഫൈൻഡ് സുലൈമാൻ ആൻഡ് ഖിർതാർ ഹിൽസ് ടു ദ നോർത്ത് വെസ്റ്റ്. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്ന 2 പോയിന്റുകളുണ്ട്. അതായത് ഇവിടെ ഖിർതാർ ഹിൽസ് ഉണ്ട്, സുലൈമാൻ റേഞ്ചസ് ഉണ്ട്, ഈ ഒരു റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഗാരോ ഹിൽസ് ഉണ്ട്, ഇവിടെ വന്നിട്ട് വിന്ധ്യാസ് ഉണ്ട്, വിന്ധ്യ മലനിരകളുണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 3 പോയിന്റുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനുശേഷമുള്ള നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് തൽക്കാലം ഈ ഖിർതാർ ഹിൽസിൽ നിന്ന് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ സുലൈമാൻ റേഞ്ചസിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 8,000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 8,000 വർഷങ്ങൾക്ക് 8,000 years ago നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ
ആളുകൾ താമസിക്കാൻ തുടങ്ങിയിരുന്നു. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഗ്രോവിംഗ് ക്രോപ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഒരു പാറ്റേൺ ഇവിടെ തുടങ്ങിയിരുന്നു. ഇവരധികവും കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വീറ്റ് അല്ലെങ്കിൽ വീറ്റും ബാർലിയുമായിരുന്നു ഇവിടെ ഇവർ അധികവും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൃഷി മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ ഒരു സാധാരണ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വില്ലേജ് ലൈഫ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. വില്ലേജ് ലൈഫിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവര് ഷീപ്പ്, ഗോട്ട്, അതുപോലെ തന്നെ കാറ്റിൽ, ഇവയൊക്കെയും ഇവർ ഇണക്കി വളർത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അത് 8000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു റേഞ്ചിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ജീവിത നിലവാരം, ജീവിത രീതി ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി നമ്മൾ ഗാരോ ഹിൽസിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഈ വിന്ധ്യാസിനെ നമ്മൾ നോക്കുകയും ചെയ്യും. ഈ രണ്ട് റീജിയൻസിലും എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പറയാ, ഒരു അഗ്രികൾച്ചർ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും എന്താണ് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നോർത്ത് ഓഫ് വിന്ധ്യാസ്, അതായത് സൗത്തിലല്ല, നോർത്ത് ഓഫ് വിന്ധ്യാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനമായിട്ടും ഇവർ അരി കൃഷി ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് അരി അല്ലെങ്കിൽ റൈസിന്റെ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഡസിന്റെയും ഇവയുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചിട്ടാണ്. ചിലം, ബ്യാസ്, ചെനാബ് തുടങ്ങിയ നദികളുടെ തീരം, ആ ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ തീരം എന്ന് പറയുന്നത്. ഏകദേശം 4700 വർഷങ്ങൾക്ക് മുൻപ് സിറ്റീസ് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഇൻഡസ് നദിയും അവയുടെ തീരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഗംഗയിലേക്ക് വരുമ്പോൾ, ഗംഗയിൽ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചിട്ടുണ്ട്, സിറ്റി ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചിന്തിക്കാം. ക്രോണോളജിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു വികാസം എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കായിരുന്നു ഇവരുടെ വളർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ഇപ്പൊ നമുക്ക് 8000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. 4700 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു തരത്തിൽ സിറ്റീസ് ഉണ്ടായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഗംഗയുടെ തീരത്ത് സിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്, ഒരു വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പലായനം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്, ഒന്ന് ഖിർത്താർ ആൻഡ് സുലൈമാൻ ഹിൽസിൽ അവര് ബാർലിയും വീറ്റും കൃഷി ചെയ്തു. അതുപോലെ തന്നെ ഗാരോ ഹിൽസിന്റെ അവിടെയും അല്ലെങ്കിൽ വിന്ധ്യാസിലും കൃഷി വളരെ ഡെവലപ്പ് ചെയ്തെങ്കിലും വിന്ധ്യാസിന്റെ നോർത്തേൺ സൈഡിൽ അവര് റൈസ് കൾട്ടിവേറ്റ് ചെയ്തു. ഇൻഡസ് നദിയുടെ തീരത്ത് 4700 വർഷങ്ങൾക്ക് മുൻപ് സിറ്റി സിസ്റ്റം ഡെവലപ്പ് അല്ലെങ്കിൽ നാഗരികത ഉത്ഭവിക്കുകയും ഗംജസിന്റെ തീരങ്ങളിൽ 2500 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് എന്ത് വന്നത്, നാഗരികതമായിട്ടുള്ള വളർച്ച സംഭവിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. Now find the Sulaiman and Kirtar hills to the northwest. Some of the areas where women and men first began to grow crops such as wheat and barley about 8000 years ago. People also began rearing animals like sheep, goat and cattle and lived in villages. ഇനി നമുക്ക് ഗാരോ ഹിൽസിലേക്കും അല്ലെങ്കിൽ നോർത്ത് അല്ലെങ്കിൽ വിന്ധ്യാസ് സെൻട്രൽ ഇന്ത്യയിലെ വിന്ധ്യാസിലേക്കും പോവാം. These were some of other areas where agriculture developed. The places where rice was first grown are to the north of Vindhyas. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. Trace the river Indus and its tributaries. About 4700 years ago, some of the earliest cities flourished on the banks of these rivers. Later, about 2500 years ago, cities developed on the bank of Ganga and its tributaries also and along the sea coast. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കൊരു ചോദ്യം ചുമ്മാ ചിന്തിക്കാം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് on cities flourished. The flourishment of cities. Statement number 1. About 4700 years ago, the early cities flourished on the banks of these rivers. എവിടെ? ഇൻഡസിന്റെ തീരങ്ങളിൽ.
or about 2500 years ago, cities developed on the banks of Ganga only. ഇവിടെ ഇതും കൂടെ ശ്രദ്ധിക്കണം, ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറി ആൻഡ് അലോങ് ദ സീ കോസ്റ്റ്. ഇപ്പം 2500 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ഗംഗ ഇവിടെ മാത്രമല്ല നിൽക്കുന്നത്, ഇത് ഇവിടെ വരികയും ഈ തരങ്ങളിൽ ഒരു സീ കോസ്റ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നാഗരികത വളർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് എന്ത് സംഭവിച്ചത്, ഈ നാഗരികത വളരുകയും ഉത്ഭവിക്കുകയും വളരുകയും ചെയ്തത് എന്ന സ്റ്റേറ്റ്മെന്റും കാണാം. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മനസ്സിലാക്കുകയും അത് മുന്നോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. Locate the Ganga and its tributary called zone. In ancient time, the area where along these rivers to the south of the Ganga was known as Magadha, now lying in the state of Bihar. His rulers were very powerful, set up large kingdoms were set up in other parts of the country as well. അപ്പോൾ മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗാഞ്ചസ് നമുക്ക് കാണാൻ പറ്റും, സോൺ നദി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് എന്താണ് ഈ സോൺ നദിക്കും അല്ലെങ്കിൽ നേരെ പടിഞ്ഞാറ് വശത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് നോക്കുവാണെങ്കിൽ സദേൺ പാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മഗധ. ഇന്നത്തെ ബീഹാറിലാണ് മഗധ നമുക്ക് കാണാൻ സാധിക്കുക. Throughout the people travel from one part of another. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മനുഷ്യരുടെ ട്രാവൽസിനെ കുറിച്ചിട്ടാണ് പറയാം. ഈ ട്രാവൽസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ചിലപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ ഭക്ഷണം തേടിയുള്ള യാത്രയായിരിക്കാം. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യാം, റിലീജിയസ് പ്രാക്ടീസുകൾ കൊണ്ടുവരുന്നതാവാം, ടീച്ചേഴ്സിന്റെ യാത്രകളാവാം, ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിട്ടുള്ള യാത്രകളൊക്കെ തന്നെയാവാം. എന്ന് പറഞ്ഞാലും ആളുകൾ ഇവിടെ താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു സബ് കോണ്ടിൽ നിന്ന് മറ്റിലേക്ക് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള യാത്രകളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടത് ഹിമാലയാസ്, ഡെസേർട്സ്, റിവേഴ്സ് ആൻഡ് സീസ് മേഡ് ജേർണീസ് ഡേഞ്ചറസ് അറ്റ് ദ ടൈം ബട്ട് നെവർ ഇമ്പോസിബിൾ. ഇവിടെ ഇത്ര യാത്രകൾ അവർ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രധാനമായിട്ടും ഇവരുടെ എന്താണ്, ഒന്നുകിൽ ഇവർ യാത്ര ചെയ്തുകൊണ്ട് സെർച്ച് ഓഫ് ലിവ്ലിഹുഡ്, as also to escape from natural disasters like floods and droughts. Sometimes men marched in armies conquering others' land. Besides, merchants traveled with caravans carrying valuable goods from one place to another, and religious teachers walked from village to village, town to town, stopping to offer instructions and advice on that way. ഈ ഒരു യാത്രകളിൽ മുഴുവൻ ഉപദേശങ്ങളും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്പ്രെഡിങ് നടത്താൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. Hills, mountains, and seas from the natural frontiers of subcontinent. While it was difficult to cross the frontiers, those who wanted could and did scale the mountains and cross the seas. People from across the frontiers also came to subcontinent and settled here. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് പല region, ഇവിടെ അറേബ്യൻ സീ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ത്യൻ ഓഷ്യൻ കാണാൻ സാധിക്കും, ബേ ഓഫ് ബംഗാൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള യാത്രകൾ ഇങ്ങോട്ടേക്ക് ദുഷ്കരമാക്കിയിരുന്നുവെങ്കിലും പലപ്പോഴും യാത്രകൾ ഇവിടെ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. വെസ്റ്റിൽ നിന്ന് ഇതുവഴി അല്ലെങ്കിൽ മലനിരകൾ താണ്ടിക്കൊണ്ടുള്ള ഒരു യാത്രകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പേര് വരുന്നത്? അടുത്തൊരു ചോദ്യമാണ്. നമ്മുടെ പ്രധാനമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യയുടെ പേര് അല്ലെങ്കിൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന ഒരു പേര് അല്ലെങ്കിൽ 2 പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യ എന്നുള്ള ഒരു പേരും അല്ലെങ്കിൽ ഭാരത എന്നുള്ള പേരും വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കുവാണെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ഗ്രീസ് നോക്കുവാണെങ്കിൽ നമുക്ക് പല ആളുകളും എന്ത് ചെയ്യുന്നു, ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. The two of the words we use our country are India and Bharat. The article 1 നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, ഇന്ത്യ ആൻഡ് ഭാരത് എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. The word India comes from Indus, called Sindhu in Sanskrit. Okay, from Iranians and Greeks who came through the northwest about 2500 years ago and were familiar with the Indus, called Hindos or Indos, and the land to the east of river called India. അപ്പോൾ ഇൻഡസ് നദിയുടെ കിഴക്കുള്ള ഭാഗത്തിനെ ഇൻഡോസ് അല്ലെങ്കിൽ എന്താ പറയാ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഭാരത എന്ന വാക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോർത്ത് വെസ്റ്റിലുള്ള ആളുകൾ, the name of Bharata was used for a group of people who lived in the northwest and who are mentioned in Rigveda. അതായത് ഋഗ്വേദയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നോർത്ത് വെസ്റ്റ് റീജിയനിൽ, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ താമസിച്ചു വരുന്ന ആളുകളെയാണ് ഭരതാസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ 2 പേരുകളും എന്താണ്, ഒന്ന് ഋഗ്വേദത്തിൽ നിന്ന് നമുക്ക് ഒറിജിനേറ്റ് എന്തെന്ന് പറയാം, ഭരത എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ എന്ന വാക്ക് നൽകിയത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിദേശികളായിട്ടുള്ള കച്ചവടക്കാർ 2500 വർഷങ്ങൾക്ക് മുൻപ് അവർ ഇന്ത്യയിലേക്ക് വരികയും അല്ലെങ്കിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു റീജിയനിലെ ഇൻഡസ് നദിയുടെ അല്ലെങ്കിൽ സിന്ധു നദിയുടെ
കിഴക്ക് വശത്തുണ്ടായിരിക്കുന്ന ഒരു ലാൻഡ് മാസിനെ അവർ വിളിക്കുകയാണ് ഉണ്ടായത്. അതായത് പ്രധാനമായിട്ട് ഇറാനിയൻ ലാംഗ്വേജിൽ ഹിൻഡോസ് എന്ന വാക്കിന് പകരം എച്ച് എന്ന പ്രൊനൗൺസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇൻഡോസ് എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ഇൻഡോസ് ആണ് പിൻകാലത്ത് ഇന്ത്യ എന്ന വാക്കായി മാറിയത്. ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ മുൻ ചരിത്രങ്ങൾ പലപ്പോഴും കാണപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ വിസിറ്റേഴ്സിന്റെയും ഒക്കെയുള്ള ക്രോണിക്കേഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഏതു കാലഘട്ടത്തിലെ പുസ്തകങ്ങളെ കുറിച്ച് പഠിച്ചാലും പുസ്തകങ്ങൾ എപ്പോഴും എന്താണ്, ആ കാലഘട്ടത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് പല പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബേർഷ് എന്ന അറിയപ്പെട്ടിരുന്ന ഒരു മരത്തിന്റെ തൊലിയിൽ നിന്നാണ് ആദ്യമായിട്ട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടുള്ളത്. അന്ന് എഴുതപ്പെട്ടുകൊണ്ടിരുന്ന രണ്ട് ഭാഷകളാണ്, ഒന്ന് സാൻസ്ക്രിത്തും രണ്ട് പ്രാകൃതം. ഈ രണ്ട് ഭാഷകളിലാണ് പുസ്തകങ്ങൾ കഴിവതും എഴുതപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പലപ്പോഴും കാലപ്പഴക്കത്തിൽ നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പുസ്തകങ്ങൾ നശിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അന്ന് പുസ്തകങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരുന്ന ഭാഷകൾ ഏതൊക്കെയായിരുന്നു? സാൻസ്കൃതും പ്രാകൃതവുമാണ്. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രാകൃതം എന്ന് പറയുന്നത് പല റിലീജിയസ് ബുദ്ധ മഹാവീര കാലഘട്ടങ്ങളിലേക്കാണ് നമുക്ക് പോകുമ്പോൾ കുറച്ചുകൂടി പ്രാകൃത ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിന് മുൻപ് നമുക്ക് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു ദൈവിക ഭാഷ എന്ന് വിശ്വസിക്കപ്പെടുന്ന സാൻസ്കൃതത്തിൽ തന്നെയാണ് പുസ്തകങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ശിലാപാളികളിൽ രാജാക്കന്മാർ അവരുടെ കൽപ്പനകൾ കൊത്തിവെക്കാറുണ്ട്. അപ്പൊ നമ്മള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതി ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫലകങ്ങൾ നമുക്ക് പലപ്പോഴും പലയിടത്തും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്ക് കിട്ടിയതിൽ വെച്ച് പഴക്കം ചെന്ന ഒരു ഇൻസ്ക്രിപ്ഷന്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇത് 2250 വർഷങ്ങൾക്ക് മുൻപ് കാണ്ഡഹാറിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഇതിന് രണ്ട് ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്ന് ഗ്രീക്കും രണ്ട് അരമായികം. ഇത് രണ്ടും ഇന്ത്യൻ ഭാഷയല്ല, പകരം എന്താണ്, അശോകന്റെ ശിലാശാസനങ്ങളിലെ ഏറ്റവും ദൂരത്തിൽ കാണപ്പെടുന്ന ഒരു ശിലാശാസനം തന്നെയായിരുന്നു എന്ന് പറയുന്നത് ഈ കാണ്ഡഹാറിൽ കാണപ്പെട്ട ഈ ശിലാശാസനം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ഭാഷകൾ എഴുതിയിട്ടുണ്ട്, ഒന്ന് ഗ്രീക്കും മറ്റൊന്ന് അരമായികം. ഇത് രണ്ടും ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ അല്ലെങ്കിൽ അശോകയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഭരിക്കപ്പെട്ട ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ മാത്രമല്ല മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന റീജിയനുകളിലും അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക. പ്രധാനമായിട്ട് രണ്ട് ഭാഷകളാണുള്ളത്, ഒന്ന് ഗ്രീക്ക്, മറ്റൊന്ന് അരമായിക്ക്. ഗ്രീക്ക് നമുക്ക് മുകൾ വശത്ത് കാണാൻ സാധിക്കും, അരമായിക്ക് നമുക്ക് താഴെ വശത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മളിന്ന് വായിച്ചു പോകാൻ ശ്രമിക്കേണ്ടത്. ഇതിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് കിട്ടാൻ സാധിക്കും. ഒന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പേര് വന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം, അതുപോലെ തന്നെ ഇവരുടെ മനുഷ്യരുടെ 4700 വർഷങ്ങൾക്കും 2500 വർഷങ്ങൾക്കും ആയിട്ട് ഒരു നാഗരികത ഉത്ഭവിച്ച ഒരു റീജിയനെ കുറിച്ച് പ്രധാനമായിട്ടും ഈ മാപ്പിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് ചാപ്റ്റർ 1 നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ.